നമ്മുടെ ഫോണിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള 5 സെറ്റിങ്സുകൾ നമ്മൾ ഫോൺ വാങ്ങിക്കുമ്പോൾ തന്നെ ഡിഫോൾട്ടായിട്ട് ഓണായിട്ട് കിടക്കുന്നുണ്ട്. ഇത് ഓണായി കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫോണിലുള്ള സകല ഡീറ്റെയിൽസുകൾ, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ ഉൾപ്പെടെ എല്ലാം തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ഫോൺ ട്രാക്കർമാരുടെ കയ്യിലും സ്കാനർമാരുടെ കയ്യിലൊക്കെ നമ്മുടെ ഫോണിൻ്റെ ഫുൾ ഡീറ്റെയിൽസുകൾ അവർക്ക് എടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെ നമുക്കിത് പരിഹരിക്കാം എന്നതിനെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ സെറ്റിങ്സിലേക്ക് പോകാം. അതിനായിട്ട് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഒന്നുകൂടി താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ നോട്ടിഫിക്കേഷൻസ് ഓൺ ലോക്ക് സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫോണിൽ ഷോ കൺവെർസേഷൻ ഡിഫോൾട്ട് ആൻഡ് സൈലന്റ് എന്നാണെങ്കിൽ നിങ്ങൾ അതിനെ മാറ്റിയിട്ട് ഹൈഡ് സൈലന്റ് കൺവെർസേഷൻ ആൻഡ് നോട്ടിഫിക്കേഷൻ എന്നതിലേക്ക് മാറ്റി കൊടുക്കുക. നമ്മളിത് മാറ്റി കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അത്യാവശ്യമായിട്ടുള്ള മറ്റുള്ള ആളുകൾ കാണണ്ട എന്നുള്ള ഇമെയിലുകളോ മെസ്സേജുകളൊക്കെ നമ്മുടെ ഫോണിലേക്ക് വരാറുണ്ട്. എന്നാൽ നമ്മുടെ ഫോണ് നോട്ടിഫിക്കേഷൻ ആയിട്ട് നമുക്ക് കാണിച്ചു തരും. ലോക്ക് സ്ക്രീനിലാണെങ്കിലും ആ നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്ന സന്ദേശത്തിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് അത് നമുക്ക് വായിക്കാനായിട്ട് പറ്റും. എന്നാൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ സെറ്റിങ്സിലേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കുകയാണെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോൺ അൺലോക്ക് ചെയ്താൽ മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് മറ്റുള്ള ആർക്കും തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ, നിങ്ങളുടെ മെസ്സേജുകളൊന്നും തുറന്നു നോക്കി വായിക്കാനായിട്ട് സാധിക്കില്ല എന്നതാണ്. അതുപോലെ തന്നെ താഴെയായിട്ട് ഡോണ്ട് ഷോ എൻ നോട്ടിഫിക്കേഷൻ എന്നുള്ളതുണ്ട്. അത് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷനും വരുന്നതല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടാമത്തേക്ക് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഒന്നുകൂടി ബാക്കിലേക്ക് തന്നെ വരിക. നമ്മുടെ ഫോണിലേക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനുകളൊക്കെ വരാറുണ്ട്. അതായത് നമുക്ക് അത്യാവശ്യമായിട്ടും മറ്റാരും കാണണ്ട എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഓൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള മെസ്സേജുകളോ നോട്ടിഫിക്കേഷനുകളോ അതുപോലെ തന്നെ ഇമെയിലുകളോ മറ്റ് സന്ദേശങ്ങളോ ഒന്നും തന്നെ മറ്റവർക്ക് കാണാതിരിക്കാനായിട്ട് ഇവിടെ സെൻസിറ്റീവ് നോട്ടിഫിക്കേഷനുകൾ നിങ്ങളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അടുത്ത സെറ്റിങ്സ് നോക്കാം. അതിനായിട്ട് നമ്മുടെ ഫോണിലുള്ള സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. ഇവിടെ ആപ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. നിങ്ങളുടെ ഫോണിൽ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്നാണെങ്കിൽ അത് തന്നെയാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത്. ഞാനിവിടെ ആപ്സ് എന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ശേഷം നമ്മുടെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ പെർമിഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫോണിൽ ഒരു ആപ്ലിക്കേഷന് പ്രവർത്തിക്കാനായിട്ടുള്ള അനുവാദം മാത്രം കൊടുത്താൽ മതി. അതായത് പെർമിഷനുകൾ, ആ ഒരു ആപ്ലിക്കേഷൻ പ്രവർത്തിക്കാനായിട്ട് എന്ത് പെർമിഷനാണ് വേണ്ടത് അത് മാത്രം കൊടുത്താൽ മതി. അതിന് നമുക്ക് ക്യാമറയോ അതായത് കലണ്ടറോ അതുപോലെ തന്നെ ലൊക്കേഷനോ ഒന്നും തന്നെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ഓരോരോ ആപ്ലിക്കേഷനുകളും ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പെർമിഷനുകൾ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ആസ്ക് എവറി ടൈം എന്ന് കൊടുക്കുക. അലോ ഓൺലി വിൻ യൂസിങ് ദ ആപ്പ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും അത് ഓൺ ആവുക. അത് നിങ്ങൾക്ക് ഒരിക്കലും അതിലേക്ക് ക്യാമറ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ, ക്യാമറ പെർമിഷൻ ആണെങ്കിൽ അത് ഒരിക്കലും ആ ആപ്ലിക്കേഷൻ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡു നോട്ട് അലോ എന്ന് തന്നെ കൊടുക്കുക. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അത് ഓപ്പൺ ചെയ്തിട്ട് ആ ക്യാമറയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളോട് ചോദിക്കും ആ ഒരു ക്യാമറ ഓൺ ചെയ്യണമെന്ന്. ആ സമയത്ത് നിങ്ങളത് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഇത്തിരി ആവശ്യമില്ലാത്ത പെർമിഷനുകൾക്ക് ഓണായി കിടക്കുമ്പോൾ, നമ്മളിപ്പോൾ ലൊക്കേഷനാണ് ഓണായി കിടക്കുന്നതെങ്കിൽ നമ്മളുടെ ലൊക്കേഷൻ സ്ഥിരം അത് ലൊക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, അത് ട്രാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മൈക്രോഫോൺ എന്നും തന്നെ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ തേർഡ് പാർട്ടി കമ്പനികൾക്ക് ഈ ആൻഡ്രോയിഡിൻ്റെ ഡെവലപ്പർമാർ അയച്ചു കൊടുക്കുക. അതിലൂടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ ഒക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള പെർമിഷനുകൾ, നിങ്ങളുടെ ഓരോ ആപ്ലിക്കേഷനുകളും അനാവശ്യമായിട്ട് ഇത്തരത്തിൽ പെർമിഷനുകൾ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റി കൊടുക്കും. അടുത്ത സെറ്റിങ്സിനായി നമ്മുടെ ഫോണിലുള്ള സെറ്റിങ്സ് തന്നെ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ ആപ്സ് എന്ന ആ ഒരു ഭാഗത്ത് തന്നെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിലേക്ക് പോവുക. ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് പോകുന്ന സമയത്ത് ഇവിടെ സ്പെഷ്യൽ ആപ്പ് ആക്സസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഒന്നുകൂടി താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ ഇൻസ്റ്റാൾ അൺനോൺ ആപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ ഇവിടെ കുറേ ആപ്ലിക്കേഷനുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷനുകളാണിത്. നമ്മൾ ഏതെങ്കിലും ബ്രൗസറിലൂടെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ, നമ്മുടെ അനുവാദം ഇല്ലാതെ ഏതെങ്കിലുമൊക്കെ അൺനോൺ ആയിട്ടുള്ള, അറിയാത്ത ക്ഷുദ്രകരമായിട്ടുള്ള ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഫോണിൽ തനിയെ ഇൻസ്റ്റാൾ ആകും. ഇത്തരത്തിൽ ഇൻസ്റ്റാൾ ആകുന്ന സമയത്ത് അതിലൂടെ ഹാക്കർമാർ നമ്മളുടെ പല ഡീറ്റെയിൽസുകളും അവർക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിനെ ട്രാക്ക് ചെയ്യാനും അവർക്ക് സ്കാമേഴ്സിന് അവർക്ക് പെട്ടെന്ന് തന്നെ കടന്നു ചെല്ലാനായിട്ട് നമ്മുടെ ഫോണിലേക്ക് വരാനൊക്കെ ആയിട്ട് ഇത് സഹായിക്കും. അപ്പോൾ അത്തരത്തിൽ ഇൻസ്റ്റാൾ ആകാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അത്തരത്തിലുള്ള ബ്രൗസ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത് അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ അലോ ഫ്രം ദിസ് സോഴ്സ് എന്നുള്ളത് നിങ്ങളുടെ ഫോണിൽ ഇത് ഓൺ ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ അത് നിങ്ങളൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആകില്ല, നമ്മുടെ അനുവാദം ഇല്ലാതെ ഇൻസ്റ്റാൾ ആകില്ല. അപ്പോൾ നിങ്ങൾ ഏതിലൊക്കെയാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ നിങ്ങൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതൊക്കെ നോക്കുക. ഇവിടെ ക്രോമിൽ നിങ്ങൾ അതുപോലെ കൊടുക്കുക. നിങ്ങൾ എല്ലാ ആപ്ലിക്കേഷനുകൾ, നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനുകളും നിങ്ങളിത് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പറഞ്ഞ ഈ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നേരെ സെറ്റിംഗ്സിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ സെർച്ച് ബാറിൽ അൺനോൺ എന്ന് മാത്രം നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. അൺനോൺ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് എന്ന ഒരു ഭാഗം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ചിരുന്ന ആ സെറ്റിംഗ്സിലേക്ക് തന്നെ നിങ്ങൾക്ക് തിരിച്ചു പോകാനായിട്ട് പറ്റും. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നുകൂടി ബാക്കിലേക്ക് തന്നെ വരിക. ബാക്കിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ സെറ്റിംഗ്സിൽ തന്നെ കുറച്ചുകൂടി താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്തതിന് ശേഷം ഇവിടെ സെക്യൂരിറ്റി അറ്റ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ ഏറ്റവും താഴെയായിട്ട് മോർ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ പ്രൊട്ടക്റ്റ് ഫ്രം ഓൺലൈൻ സ്കാമർ എന്നത് നിങ്ങളുടെ ഫോണിൽ ഓഫ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ അതൊന്ന് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഇത് ഓൺ ആയിട്ടാണ് പിരിക്കുന്നത്, ഞാൻ നേരത്തെ തന്നെ ഓൺ ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. നിങ്ങളുടെ ഫോണിൽ ഇത്തരത്തിൽ ഓഫ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ അതിന് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് സ്കാമേഴ്സ്മാർ വരികയാണെങ്കിൽ അതിനെ തടുത്തു നിർത്താനായിട്ട് നമ്മുടെ ഫോണിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണത്. ഇത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അടുത്ത സെറ്റിംഗ്സിനായി നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിനെ ഓപ്പൺ ചെയ്യുക. ശേഷം മുകളിൽ കാണുന്ന ആ സെർച്ച് ബാറിൽ സ്കാനിങ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. സ്കാനിങ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ബ്ലൂടൂത്ത് സ്കാനിങ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ നേരത്തെ തന്നെ ഇത് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഫോണിൽ ഇത് ഓൺ ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ അത് നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കും. ഇവിടെ ഞാൻ ഓൺ ചെയ്ത് നിങ്ങൾ കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്, എന്നാൽ ഇവിടെ കാണുന്നത് ഓഫായിട്ടാണ്. കണ്ടോ, ഇവിടെ ഓഫായിട്ട് കിടക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് ഓൺ ആയിട്ട് കിടക്കുന്നുണ്ട്. അതായത് നമ്മളിവിടെ ഓഫ് ചെയ്താലും ഇവിടെ ബ്ലൂടൂത്ത് സ്ഥിരമായിട്ട് ഓരോരോ ലൊക്കേഷനുകളിലേക്കായിട്ട് അടുത്തുള്ള ഡിവൈസുകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇത്തരത്തിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് വരുന്നത്. ഒന്ന്, നമ്മുടെ ഫോണിലുള്ള ബാറ്ററി ചാർജ് പെട്ടെന്ന് തന്നെ കുറഞ്ഞു പോകും. ഇത് ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ബാറ്ററി പെട്ടെന്ന് തന്നെ കുറഞ്ഞു പോകുന്നത്. അത് മാത്രമല്ല, ഇത്തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അത് പലതരത്തിലുള്ള ആപ്ലിക്കേഷനുകളിലേക്ക് അത് അയച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകളും ഒക്കെ അതിൻ്റെ കൂടെ പോകുന്നുണ്ടെന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഏത് ഭാഗത്താണ് നിൽക്കുന്നത് എന്ന് പോലും കൃത്യമായ രീതിയിൽ തന്നെ ആപ്ലിക്കേഷനുകൾക്ക് ഇത് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ സ്കാനിങ് എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് വൈഫൈ സ്കാനിങ് എന്നൊരു ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ വൈഫൈയും ഓൺ ആയിട്ടാണ് കിടക്കുന്നത്. എന്നാൽ നിങ്ങൾ മേലേക്ക് നോക്കുക, ഞാനിവിടെ വൈഫൈ ഓഫ് ആയിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതും അതേ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ഏതെങ്കിലും സ്ഥലത്ത് വൈഫൈ ഉള്ള ഏതെങ്കിലും ഡിവൈസുകൾ ഉണ്ടോ എന്ന് സ്ഥിരമായിട്ട് ഇത്തരത്തിൽ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അത് മാത്രമല്ല, നമ്മുടെ ലൈവ് ലൊക്കേഷൻ പലതരത്തിലുള്ള ആപ്ലിക്കേഷനുകൾക്ക് ഇത് അയച്ചു കൊടുക്കാറുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇത് ആൻഡ്രോയിഡിൽ ഇത് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഓഫ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഈ രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തന്നെ കുറഞ്ഞു പോകില്ല, നമുക്ക് കൂടുതൽ സമയം നിലനിർത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ നഷ്ടപ്പെടാതെ നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.